അന്ന് രണ്ട് സംഭവങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകേണ്ടി വന്നു. മെസ്സിയുടെ ഇടംകാലിൽ നിന്നും ഉത്ഭവിച്ച മഴവിൽ നേരെ വന്ന് പതിഞ്ഞത് റയൽ മാഡ്രിഡിന്റെ ഹൃദയത്തിലേക്ക്. തന്റെ 500-ാം ഗോൾ ഒരു ഐക്കോണിക് സെലിബ്രേഷനിലൂടെ തിരശ്ശീല കുറിക്കുന്നു. അന്ന് റയൽ താരങ്ങൾ നിശബ്ദരായിരുന്നു. സാന്റിയാഗോ ബെർണാബ്യൂ മുഴുവൻ നിശ്ചലമായിരുന്നു. മെസ്സിയുടെ സെലിബ്രേഷൻ അവരുടെ ഹൃദയത്തിലേക്ക് തന്നെ തറച്ചു കയറി. പക്ഷേ പെട്ടെന്നൊന്നും അവർ കീഴടങ്ങില്ലായിരുന്നു. അവരുടെ മനസ്സ് അതിനനുവദിക്കില്ലായിരുന്നു. മറുഭാഗത്ത് ബാർസലോണ ആരാധകരെല്ലാം വേറി CR7 എന്ന് അലറി വിളിക്കുന്നു. അവർ അലറി വിളിക്കുമ്പോഴെല്ലാം ഒരു കാര്യം മാത്രം മറന്നുപോയിരുന്നു. തൻ്റെ ഹെയ്റ്റേഴ്സ് പോലും കൈയടിച്ചു പോകുന്ന കാൽപന്ത് ചരിത്രത്തിൽ പ്രതികാരം എന്നതിൻ്റെ പര്യായമായി അവതരിക്കുന്ന റിവഞ്ചുകൾ കൊണ്ട് എതിരാളികളുടെ വായടപ്പിക്കുന്ന ഒരുത്തനെയാണ് അവർ വെല്ലുവിളിച്ചത് എന്ന് അവർ മറന്നുപോയിരിക്കുന്നു. പിന്നീട് നടന്നതെല്ലാം കാലവും കാൽപന്തും സാക്ഷിയാണ്. സ്പാനിഷ് കപ്പിൻ്റെ ഒരു ഫൈനൽ രാത്രിയിലാണ് ആവേശകരമായ മറ്റൊരു എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് നമ്മൾ സാക്ഷിയാകുന്നത്. റയൽ തൻ്റെ പ്രതികാരങ്ങളെല്ലാം മനസ്സിലൊതുക്കിക്കൊണ്ട് ക്യാമ്പിനോ സ്റ്റേഡിയത്തിൽ കളി കാണാനിരുന്നു. അന്നത്തെ മത്സരത്തിൻ്റെ ഫസ്റ്റ് 11-ൽ റൊണോ ഇല്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. സിനദീൻ സിദാൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആയിരിക്കാം അന്ന് റയലിനെ പരിശീലിപ്പിച്ചത് സിദാൻ ആയിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാൻ ആയിരിക്കാം റൊണോയെ ബെഞ്ചിലിരുത്തുക എന്നത്. അങ്ങനെ കളി തുടങ്ങി. വാശിയും വീറുമേറിയ പോരാട്ടം, പുൽമൈതാനത്തെ തീപിടിപ്പിക്കുന്ന എൽ ക്ലാസിക്കോ പോരാട്ടം. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നേറ്റങ്ങൾ നടത്തിയും പ്രതിരോധ കോട്ട പണിതും ആദ്യ പകുതിയിൽ ഗോൾ രഹിത സമനിലയിൽ പിരിയുന്നു. മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ രണ്ടാം പകുതിയുടെ 50-ാം മിനിറ്റിൽ തന്നെ പിക്കിയുടെ ഒരു ഓൺ ഗോൾ വരുന്നു. പക്ഷേ അവിടെയൊന്നും റയൽ ആരാധകർ തൃപ്തരായിരുന്നില്ല. 57-ാം മിനിറ്റിലാണ് ബെൻസെമയുടെ പകരക്കാരനായി റൊണോ എത്തുന്നത്. റൊണോ ഇറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ റയൽ ആരാധകർ ഉച്ചത്തിൽ പറയാൻ തുടങ്ങി CR7 എന്ന്. കാരണം അവർക്കറിയാമായിരുന്നു റൊണോ ഞങ്ങൾക്കായി എന്തേലും കരുതി വെച്ചിരിക്കുമെന്ന്. അത്രയ്ക്കും കോൺഫിഡൻസ് ആയിരുന്നു അവരുടെ മനസ്സിനകത്ത്. പിന്നീട് നമ്മൾ കാണുന്നത് മത്സരം അടക്കി ഭരിക്കുന്ന റൊണാൾഡോയെയാണ്. നിരന്തരമായി ബാർസ പ്രതിരോധത്തെ കീറിമുറിക്കുന്ന റൊണോയെ. ഇവിടെ വലതുവശത്ത് നിന്നും ഗാരത്ത് ബെയിലിൻ്റെ ഒരു ക്രോസ് വരുന്നു. അവിടെയും കൃത്യമായ റൊണോ വന്ന് ഒരു ബൈസൈക്കിൾ കിക്കിനുള്ള ഒരു നല്ല ട്രൈ ആയിരുന്നു. പക്ഷേ പോസ്റ്റിൻ്റെ ഇഞ്ചുകൾ വ്യത്യാസത്തിന് പുറത്തേക്ക് പോകുന്ന കാഴ്ച, അതിൻ്റെ എല്ലാ നിരാശയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാമായിരുന്നു. എന്നാൽ ഇവിടെയൊന്നും റൊണോ തളരുമായിരുന്നില്ല. ലുക്ക് അറ്റ് ദാറ്റ് മാൻ, വാട്ട് എ പാസ്! അതിസുന്ദരമായൊരു ബാക്ക് ഹീൽ പാസ് ഇടുന്നു നേരെ മാർസലോയിലേക്ക്. പക്ഷേ വീണ്ടും നിർഭാഗ്യവശാൽ ടെർ സ്റ്റെഗൻ അത് സേവ് ചെയ്യുന്നു. എന്നാൽ ഇവിടെയാണ് റൊണാൾഡോ എന്ന അപകടകാരിയുടെ പ്ലേയിങ് സ്റ്റൈൽ നോക്കേണ്ടത്. വീണ്ടും കൃത്യമായി സ്പേസ് ഉണ്ടാക്കി പന്തിനെ വീണ്ടും തൻ്റെ കൺട്രോളിലാക്കി വലയിലേക്ക് നിക്ഷേപിച്ചെങ്കിലും ഇത്തവണയും പിഴയ്ക്കുന്നു. ഇപ്രാവശ്യം ഓഫ്സൈഡ് ട്രാപ്പിൽ കുടുങ്ങിക്കൊണ്ട് ഗോൾ നിഷേധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ നിന്നും തന്നെ നമുക്ക് വ്യക്തമാണ് എത്രമാത്രം മത്സരം ആവേശവും പ്രതികാരവും ഉള്ളതാണെന്ന്. അങ്ങനെ മറുഭാഗത്ത് ബാർസയ്ക്ക് അനുകൂലമായ ഒരു പെനാൾട്ടി ലഭിക്കുന്നു. അത് സാക്ഷാൽ ലയണൽ മെസ്സി യാതൊരു പിഴവും വരുത്താതെ വരിയിലാക്കുന്നു. ആൻഡ് ഇറ്റ്സ് 1-1. ആ സ്കോർ ലൈൻ അധിക നേരത്തേക്കൊന്നും നിലകൊള്ളുന്നില്ല. മത്സരത്തിൻ്റെ 79-ാം മിനിറ്റിൽ റയലിൻ്റെ ഒരു മുന്നേറ്റം വരുന്നു. റൊണോയിൽ നിന്നും ഇസ്കോയിലേക്ക്, വീണ്ടും ഇസ്കോ ടു റൊണാൾഡോ. അതിവേഗത്തിൽ ഒരു കൗണ്ടറുമായ റൊണാൾഡോ, സ്റ്റിൽ റൊണാൾഡോ.
ബാർസ ഡിഫൻഡറായ പിക്കെയെ മറികടന്നുകൊണ്ട് പെനാൾട്ടി ബോക്സിന്റെ തൊട്ടരികിൽ നിന്നുകൊണ്ട് തൻ്റെ വലം കാലിൽ നിന്നും ഉത്ഭവിച്ച ഒരു മിസൈലാണ് പിന്നീട് ലോക ഫുട്ബോൾ കാണുന്നത്. ബാർസയുടെ വലകേറും വിധത്തിലുള്ളൊരു ബുള്ളറ്റ് വന്ന് പതിച്ചത് ഏകദേശം 89,000-ൽ പരം കാണികളുള്ള ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയ ബാർസ ആരാധകരുടെ ഹൃദയത്തിലേക്കായിരുന്നു. എല്ലാത്തിനുമുപരി പിന്നീടുള്ള കാഴ്ചയ്ക്കാണ് ക്യാമ്പ് നൗ സ്റ്റേഡിയം ആകെ വിറച്ചു പോയത്. ഏതാണ്ട് സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള പ്രതികാരം. അന്ന് സാന്റിയാഗോ ബെർണാബ്യൂവിൽ മെസ്സിയുടെ സെലിബ്രേഷന് മുന്നിൽ അടിയറവ് പറഞ്ഞ അതേ ആരാധകർ തന്നെ ഇന്ന് നൃത്തമാടിരുന്ന കാഴ്ച. കാരണം അവരുടെ പ്രതികാരം അവിടെ പൂർണ്ണമാവുകയാണ്. അന്ന് മെസ്സിയുടെ സെലിബ്രേഷൻ ആണെങ്കിൽ ഇന്നിതാ ക്യാമ്പ് നൗവിൽ വെച്ച് തന്നെ അവരുടെ തട്ടകത്തിൽ വെച്ച് തന്നെ ജേഴ്സി മൂരിയുള്ള തൻ്റെ സിക്സ് പാക്കും കാണിച്ചുള്ള ഒരു മാസ് മറുപടി. അതെ, മിഷൻ കംപ്ലീറ്റ്. അങ്ങനെ രോമാഞ്ചത്താൽ പുളികിതമായ റൊണോയുടെ പ്രതികാരം. ഇറ്റ്സ് റയൽ മാഡ്രിഡ് 2 ബാർസലോണ 1. അതിനുശേഷം 82-ാം മിനിറ്റിൽ തന്നെ റെഡ് കാർഡും വാങ്ങി റൊണോ കളം വിടുന്ന കാഴ്ച. പയറ്റേണ്ടതെല്ലാം പയറ്റിയ മത്സരം, പടപൊരുതി വിജയം സ്വന്തമാക്കിയ മത്സരം. വിജയത്തിന് പിന്നിലെ വൻ ശക്തി. വെറും 25 മിനിറ്റ് കളിച്ചുകൊണ്ട് മായാജാലങ്ങൾ സൃഷ്ടിച്ച പോർച്ചുഗീസ് വസന്തം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. 90-ാം മിനിറ്റിൽ അസെൻസിയോട് ഗോളും കൂടിയായപ്പോൾ 3-1 എന്ന സ്കോർ ലൈനിൽ റയൽ തൻ്റെ പ്രതികാരവും ഈട്ടി കുറച്ച് മാസും കാണിച്ചുകൊണ്ട് ക്യാമ്പ് നൗവിൽ നിന്നും യാത്ര തിരിക്കുന്നു. എന്നാൽ 2018-ൽ റൊണാൾഡോ പടിയിറങ്ങുന്നു. കുറേ പേർ അവരുടെ കരിയറിൽ നിന്നും തന്നെ വിരമിക്കുന്നു. ഒടുവിൽ 2021-ൽ മെസ്സിയും റാമോസുമെല്ലാം പടിയിറങ്ങിയതോടെ എൽ ക്ലാസിക്കോയുടെ മൊഞ്ച് പൂർണ്ണമായി നശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു കാലത്ത് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ തന്നെ വെള്ളക്കുപ്പായത്തിൽ റൊണോയും ബ്ലോഗറാന ജേഴ്സിയിൽ മെസ്സിയും തന്നെയായിരിക്കും ഓരോ കുരുന്നുകളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നുണ്ടാവുക. കാരണം അത്രത്തോളം നമ്മെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവർ തമ്മിൽ ഒരുപാട് റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയെല്ലാം അത് ഓർമ്മകൾ മാത്രമായി നിലകൊള്ളുമെന്നോർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. എന്തിനധികം എൻ്റെ ജീവിതത്തിൽ വരെ ഞാൻ അവരെ സ്പെയിനിൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എൽ ക്ലാസിക്കോ കഴിഞ്ഞുള്ള ദിവസം രാവിലെ കളിക്കാൻ ബൂട്ട് കെട്ടുന്നതിന് മുൻപ് മെസ്സി റൊണാൾഡോ എന്ന് പറഞ്ഞ് തർക്കിച്ച സമയം, റയൽ തോൽക്കുന്ന ദിവസം കളിക്കാൻ വരാത്ത, ഇനി അഥവാ ബാർസ തോറ്റാൽ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്ത ചങ്കും, ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത സുവർണകാലം. ലവ് യു റൊണോ, ലവ് യു മെസ്സി, വി മിസ് എ ലോട്ട് ഇൻ സ്പെയിൻ. I miss to play in Spain. We have that battle the last 15 years, which is he pushed me and I pushed him as well. So it's good to be part of it.